നയതന്ത്ര പ്രതിനിധി കെ പി ഫാബിയനിലേക്ക് കൂടി വരാം. ശ്രീ കെ പി ഫാബിയാൻ, ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രിക്ക് നൽകാതിരിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് കേന്ദ്രം നൽകിയത്? ശരിയാണ്, ഇത് കേന്ദ്രത്തിൻ്റെ പരിധിയിൽ വരുന്ന വിഷയമാണ്, യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. അതിൽ വിദേശകാര്യ സഹമന്ത്രിക്കാണ് എംബസിയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ പ്രകാരം കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയൂ. പക്ഷെ അവിടെ നിൽക്കുന്നൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൽ മലയാളികളുടെ ഒരു വലിയ ഡിയാസ്പോറയുണ്ട്. ആ പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം അവരെ ആത്മവിശ്വാസത്തിൽ കൊണ്ടുവരാനും ഉള്ളുലഞ്ഞു പോയ മനുഷ്യരെ ഒന്ന് ചേർത്തു പിടിക്കാനും കേരളത്തിൽ നിന്നൊരു മന്ത്രി പോകുന്നത് കൊണ്ട് എന്താണ് കേന്ദ്രത്തിലെ മന്ത്രിസഭയുടെ നയത്തിന് സംഭവിക്കാൻ പോകുന്ന ആഘാതം? എന്താണ് സർക്കാരിന് കുഴപ്പം? ശ്രീ കെ പി ഫാബിയാൻ. താങ്ക് യു. ഞാൻ 3 കൊല്ലം ജോയിൻറ്റ് സെക്രട്ടറി കോർഡിനേഷൻ ആയിരുന്നു. അപ്പോൾ MEAയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജോയിൻറ്റ് സെക്രട്ടറി കോർഡിനേഷനാണ് ഡീൽ ചെയ്യുന്നത്. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഒരു ക്ലാരിഫിക്കേഷൻ. കുവൈറ്റിൽ ഈ തീപിടുത്തം ഉണ്ടായത് അവിടുത്തെ 3 മണിക്കാണ് ലോക്കൽ ടൈം, അതായത് നമ്മുടെ 5:30 മണിക്ക് കാലത്ത്. എപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇത് അറിഞ്ഞത്? ഞാൻ ചെക്ക് ചെയ്തു. കേന്ദ്ര സർക്കാർ ഇത് അറിഞ്ഞത് 12 മണിക്കാണ്. അപ്പോൾ എത്ര മണിക്കൂർ എടുത്തു? ആലോചിച്ച് നോക്കൂ. 5:30 സംഭവം തന്നെയുമല്ല, കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് 3 മണിക്കുണ്ടായി. 4:30 മണിക്കാണ് ഫയർ എഞ്ചിൻസ് പോകുന്നത്. എത്ര നേരം എടുത്തു നോക്കൂ. ഒരു അഫ്ലുവൻറ്റ് പാർട്ടിലായിരുന്നെങ്കിൽ ഫയർ എഞ്ചിൻസ് 5 മിനിറ്റ് മുമ്പേ എത്തിയതിന്. അതൊന്ന്. പിന്നെ 6 മണിക്കാണ് കുവൈറ്റിലെ ഹോം മിനിസ്ട്രി അറിയുന്നത്. നമ്മുടെ എംബസി അറിയുന്നത് 9 മണിക്കാണ്. 9 മണിക്കാണ് എംബസി തുറക്കുന്നത്. അപ്പോൾ എത്ര മണിയായി? 11:30 മണിയായി. അതുകൊണ്ടാണ് MEAയ്ക്ക് 12 മണിക്കാണ് വിവരം കിട്ടിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ വളരെ ഡിലേഡ് ആയിരുന്നു. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിന്, അപ്പം ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നെങ്കിൽ, കോർഡിനേഷൻ ആയിരുന്നെങ്കിൽ, ഞാനത് മിക്കവാറും റെക്കമെൻഡ് ചെയ്തേനെ. അപ്പോൾ അത് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നാഗാലാൻഡിൽ നിന്ന് ഒരു ഹെൽത്ത് മിനിസ്റ്റർ പോകണമെന്ന് നാളെ ചോദിച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. നമ്മൾ ബ്യൂറോക്രസിയിൽ ഒരു പ്രശ്നത്തെപ്പറ്റി കാര്യമായി പഠിച്ച് തക്കതായ തീരുമാനമെടുക്കുക. അല്ലാതെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് നാഗാലാൻഡിൽ നിന്നും കശ്മീരിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും നാളെ 2 പേര് ചോദിക്കാൻ പോവാണ്. അതൊന്നും ഒരു യുക്തി പറഞ്ഞ ഇതല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ, ദുരന്തങ്ങൾ വരുമ്പോൾ, ഇന്ത്യയിൽ നിന്ന് ഒരു മന്ത്രിയെ അയക്കുന്നതിനും എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം അപ്പോൾ അംബാസിഡർക്ക് മന്ത്രിയുടെ കൂടെ എപ്പോഴും നിൽക്കണം. സ്വന്തം ജോലി ചെയ്യാൻ വളരെ സൗകര്യം കിട്ടുന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ MEA അഭിനന്ദിക്കുന്നു. കാരണം അവർ ജോയിൻറ്റ് സെക്രട്ടറി ഗൾഫിനെ ഉടനെ അയച്ചു. അത് നല്ല കാര്യമാണ്. മന്ത്രിയെ അയക്കുന്നത് അറിയാമല്ലോ താങ്കൾക്ക്. 1991 വലിയ ഇവാക്യുവേഷൻ. അതെ, അതിൽ ഗുജറാത്ത് ഒരു പ്രാവശ്യം വന്നു, സദാം ഹുസൈനെ കണ്ടു, അതിനുള്ള സമ്മതം വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു മന്ത്രിയും ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ പോയിട്ടുണ്ടായിരുന്നു അമ്മാനിലേക്ക്. ഞാനും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. പക്ഷേ അതൊന്നും എന്താ പറയുക, ഒരു എംബസിക്ക് കൂടുതൽ മാൻ പവർ കൊടുക്കണമെങ്കിൽ കൊടുക്കൂ, അടുത്ത എംബസികളിൽ നിന്നൊക്കെ കൊടുക്കൂ. അല്ലാതെ ഒരു മന്ത്രി അയച്ചിട്ട് അതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം.